നമസ്കാരം. കോട്ടയം തിരുവാതുക്കല് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യയും മരണപ്പെട്ട ഒരു വാർത്ത, അതായത് കൊല്ലപ്പെട്ട വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീഡിയകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിജയകുമാറിനെയും ഭാര്യയെയും കൊന്നത് അമിത് എന്ന ഉത്തരേന്ത്യൻ സ്വദേശിയാണ് എന്ന് കണ്ടെത്തി അമിതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മളൊക്കെ കരുതിയതും ഇപ്പോഴും സംശയം ദുരൂഹമായി നിൽക്കുന്നതും ഈ വിജയകുമാറിന്റെ മകൻ 7 വർഷം മുമ്പ് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു. അത് ആത്മഹത്യയാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI ആ കേസ്, ആ മരണം അന്വേഷിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് വിജയകുമാറിനെയും ഭാര്യയും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കാൻ കാത്തു നിൽക്കുന്ന അവസരത്തിലാണ് ഇവർ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ മരണവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിൽ സംശയം വരികയും ഉണ്ട് എന്ന തരത്തിൽ വാർത്ത പരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നുമില്ല. ഈ ഉത്തരേന്ത്യൻ സ്വദേശി അമിത് വൈരാഗ്യം കൊണ്ട് കൊന്നുകളഞ്ഞതാണ് എന്ന തരത്തിൽ തെളിവുകൾ പുറത്തു വരികയും ചെയ്തു. അമിത് കൊന്നുകളഞ്ഞത് തന്നെയാണ് ഇപ്പോ എനിക്കും വിശ്വസിക്കാൻ താല്പര്യം. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വിജയകുമാറിനെ കുറിച്ച് പുറത്തു വരുന്നത്. ഇത് പല മീഡിയകളിലും പല ചാനലുകളിലും വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ വിജയകുമാർ കൊല്ലപ്പെട്ടപ്പോൾ ആള് പുണ്യാളനായെങ്കിലും അത്ര നല്ല പുണ്യാളനൊന്നും അല്ല എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മാത്രമല്ല, അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ആളാണ്. അപ്പൊ അതിൽ എക്സ്പയർ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റിൽ എക്സ്പയർ അല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു പ്രവാസിയെ, ഒരു മലയാളിയെ പറ്റിച്ച് വിൽപ്പന നടത്തി പോകുന്ന ഒരാളാണ്. അതായത് സകലകല പറ്റിക്കൽ വീരനായിരുന്നു ഈ പറഞ്ഞ വിജയകുമാർ എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കാരണത്താൽ ഈ എക്സ്പയർ ആയ ഈ ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ച് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഏകദേശം 9 മാസത്തോളം ആ പ്രവാസി ജയിലിലാകുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ പലരെയും പറ്റിച്ചു, പലരെയും തട്ടിച്ചുണ്ടാക്കിയിട്ടുള്ള പണമാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അമിത് പോലീസിനോട് കൊടുത്തായി പുറത്തു വന്ന മൊഴിയുണ്ട്. ആ മൊഴി ഇപ്പോൾ വിശ്വാസയോഗ്യമായി വരികയാണ്. അമിത് പറഞ്ഞതാണ് ശരി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതായത് അമിത് അവിടെ കുറെ നാൾ പണിയെടുത്തിരുന്നു. അമിത്തിന് പൈസ കൂലി കൊടുത്തിരുന്നില്ല. ആ ചോദിക്കുമ്പോഴൊക്കെ തരാം എന്നുള്ള പറച്ചിലേ ഉള്ളൂ. ഉത്തരേന്ത്യക്കാരനല്ലേ, കൊടുക്കേണ്ട നിന്നോളും എന്ന് കരുതിയിട്ടുണ്ടാകാം. അവസാനം പൈസ ഇല്ലാതെ വന്നപ്പോൾ ഇയാൾ മൊബൈൽ ഫോൺ കട്ടു എന്ന് പറഞ്ഞു. അയാളുടെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി, അതിൽ നിന്ന് പൈസ മാറ്റി. ഇതാണ് കേസ്. അങ്ങനെയാണ് ഈ പറയുന്ന വിജയകുമാർ ഈ അമിത്തിനെതിരെ കേസ് കൊടുക്കുന്നത്. സ്വാഭാവികമായും ആ കേസിൽ അമിത് പിടിക്കപ്പെട്ടു. അമിത് ജയിലിലായ സമയത്ത് ഭാര്യ ഡെലിവറി ആയിരുന്നു. അത് അവൾക്ക് പ്രയാസമുണ്ടായി. പരിചരണം കിട്ടാതെ ഗർഭം അലസിയ കാര്യങ്ങൾ പറഞ്ഞു. സാമ്പത്തികമില്ലാതെ വരുമ്പോൾ, ഒരു ഗർഭിണിയായ ഒരു ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്ത ഏതൊരു ഭർത്താവിന്റെയും കാര്യം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ എല്ലാം അങ്ങനെ ഒരു വശത്ത് നിന്ന് ചിന്തിച്ചാൽ പോരല്ലോ, മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കണമല്ലോ. അപ്പൊ സ്വാഭാവികമായും തന്റെ ജീവിതം തകർത്ത ഈ വിജയകുമാറിനോട് തീർത്താൽ തീരാത്ത പക അമിത്തിന് തോന്നുന്നത് സ്വാഭാവികം. തന്റെ കുടുംബം പോയി, താൻ തട്ടിയെടുത്ത പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, വാശി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് ചില ചെന്നായ്ക്കൾ അല്ലാതെ തന്നെ പറയാറുണ്ട്. ആ കാരണത്താൽ ഒരുപാട് ജീവിതങ്ങൾ പൊളിഞ്ഞു പോയിട്ടുമുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ തകർന്നിട്ടുണ്ട്. കാരണം അതൊക്കെ ഒരു ആനന്ദമാണ് ചില ചെന്നായ്ക്കൾക്ക്. അതാണ് പെണ്ണും ഉണ്ടാക്കാര്യത്തില്. ചില ദേവദാസികൾ, അതുപോലെ മറ്റു ഞാൻ ആ വിഷയം പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം മാറിപ്പോകും. അവിടെ നിൽക്കട്ടെ. ഇതിലും അതൊക്കെ ഒരു രസമായി കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരാളെ കള്ളക്കേസിൽ പെടുത്തി അല്ലെങ്കിൽ ഒരു ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൽ കുടുക്കി കറക്കി അവനെ നട്ടം തിരിച്ച് അവന്റെ കുടുംബം കലക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന ചെന്നായ്ക്കൾ. അപ്പോ ഈ വിജയകുമാറും ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നാണ് അമിത്തിന്റെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അമിത്തിന് പണം കിട്ടിയില്ല. അമിത്തിന് പണം കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അമിത്തിന് പണത്തിന് ആവശ്യമായിരുന്നു. ഇയാളെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയതിൽ പൈസ എടുത്തു. ഏതായാലും ഈ അമിത്തിന് ഇത്രയധികം ഒരുപക്ഷെ അടുപ്പുണ്ടായിരിക്കണം. ഇയാളെ മൊബൈൽ ഫോണിൽ പിന്നെ ഒരുപക്ഷെ ഇയാൾക്ക് അറിയാമായിരിക്കണം. നമ്മൾ OTP മാത്രം പോരല്ലോ, ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചു കൊടുക്കണമല്ലോ, എന്നാലേ ഇത് ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പോൾ അത് ഒരുപക്ഷെ ഇയാൾക്ക് അറിയാമായിരുന്നിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ പണം അടിച്ചു മാറ്റി എന്നത് പോലും ഒരു കള്ളക്കഥയാണോ എന്ന് സംശയിക്കേണ്ടി വരും. കാര്യം പിൻ നമ്പർ ഈ അമിത്തിന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിജയകുമാർ കൊടുത്ത കള്ളക്കേസാണോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കള്ളക്കേസ് കൊണ്ട് തന്റെ ജീവിതം തകർന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള പ്രതികാരം ഈ അമിത് വന്ന് ചെയ്തതുമാകാം. അതായത് അമിത്തിന്റെ ഈ കൊലപാതകത്തിൽ അമിത്തിനെ സംബന്ധിച്ചിടത്തോളം എവിടെയോ ചില നീതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വിജയകുമാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഒരു വ്യക്തിയല്ല. പലരെയും പറ്റിച്ച്, പലരെയും തട്ടിച്ച്
പൈസ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വിജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം ആരെ പറ്റിച്ചു കഴിഞ്ഞാലും തനിക്ക് കാശുണ്ടാക്കിയാൽ മതി എന്നൊരു നിലപാട് നിൽക്കുമ്പോൾ അതിൽ പെട്ടുപോയ ഒരു വ്യക്തി തന്നെയാണ് ഈ അമിത് എന്ന് ചിന്തിക്കുന്നതിൽ കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരുപാട് വിവരങ്ങൾ പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നു, പല വിവരങ്ങളും പുറത്തു വരുന്നു. മാത്രമല്ല ഈ വിജയകുമാറിനെ കുറിച്ച് നാട്ടുകാർക്കൊന്നും അധികം ആൾക്കാർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് അധികം ബന്ധങ്ങളൊന്നുമില്ല. അമിത് പറഞ്ഞിരുന്നത് ഭാര്യയെ കൊലപ്പെടുത്താൻ തൽക്കാലം ഉദ്ദേശമില്ലായിരുന്നു, ആ വിജയകുമാറിനെ മാത്രമായിരുന്നു കൊല്ലാൻ ഉദ്ദേശം. അപ്പോ ഭാര്യ കൂടി വന്നപ്പോ ആളറിയും എന്ന് കരുതി കൊന്നു എന്നാണ്. അത് ശരിയാകാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ അമിത് വിജയകുമാറിനെ കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെ വന്നതാണ്. അതിന് അവിടെയുള്ള ഓരോ പാർട്ടും എവിടെയൊക്കെയാണെന്ന് അമിത്തിന് അറിയാം. അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു നേരത്തെ, ആ നായ പോലും കുറയ്ക്കാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്ത് വളരെ ആസൂത്രിതമായി മകന്റെ കൊലപാതകം തെളിയാതിരിക്കാൻ വേണ്ടി വിജയകുമാറിനെയും ഭാര്യയും കൊന്നതാണ് എന്നുള്ള ഒരു ധാരണ ഒഴിവാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് വിജയകുമാറിനെ കുറിച്ച് കൂടുതൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിലൊരു ഇരയാണ് ഈ അമിത്തിന്റെ ജീവിതം കുളം തോണ്ടി, അവനത് പ്രതികാരം വെട്ടി. അങ്ങനെ തന്നെ കാണുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. അതിന് വളരെ പെട്ടെന്ന് അയാളെ പിടിക്കാനും അയാൾ കൃത്യമായി കഥ മണി പോലെ പറഞ്ഞു കൊടുക്കാനും ഇടയായത്. പക്ഷെ കൊലപാതകം എന്ന് പറയുന്ന ആര് ചെയ്താലും കുറ്റമാണ്, തെറ്റാണ്. പക്ഷെ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത്, നീതി അനുവദിച്ച് കിട്ടാൻ മാർഗമില്ലാത്തടത്ത് ജനം സ്വയം നീതി എടുത്ത് അണിയുന്നത് സ്വാഭാവികം. പക്ഷെ അത് തെറ്റാണ്. എങ്കിലും അത്തരത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ പോകാനും നീതി നിർവഹണം കൃത്യമായി നടക്കാനും നീതി ആർക്കാണോ അർഹതപ്പെട്ടത് അവർക്ക് നീതി യഥാസമയം കിട്ടാനും ഇവിടെ കൃത്യമായ ഒരു നിയമ സംവിധാനം പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കൂ, ഇതുപോലെ മറ്റുള്ളവർ നിയമം കയ്യിലെടുക്കാതിരിക്കൂ. Different angles. Don't forget to subscribe and support this channel.